ബോഡിഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ശ്വാസം വലിച്ചെടുത്തയാൾ ചോരയൊലിക്കുന്ന മുഖവുമായിരുന്നു. വിശ്വനാഥിന്റെ ഉള്ളിൽ ഒരു സ്ഫോടനം തന്നെ നടന്നു. കാരണം തന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീകാന്ത്. അവൻ ഇവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ വിനീതേവൻ ചതിക്കുകയല്ലേ. ഇവരോടെല്ലാം ചേർന്ന് നിന്ന് ഇവൻ തന്റെ മകളെ ചതിക്കുകയാണെന്ന അറിവ് വിശ്വനാഥൻ ഞെട്ടലോടെയാണ് ഓർത്ത്. അതിനേക്കാൾ ഉപരി അവൻ പറഞ്ഞ വാക്കുകൾ. വെങ്കടേഷിന്റെ അച്ഛനെയും അമ്മയും പിടിച്ചുകൊണ്ട് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ വിനീതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവുമോ? ആ ഓർമ്മയിൽ വിശ്വനാഥന്റെ നെഞ്ച് പിടച്ചു. എന്റെ മോള്. ആഹാ, നിന്റെ മോളെ തൊട്ടപ്പോൾ നിനക്ക് വേദനിച്ചല്ലേ? അപ്പൊ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവത്തിന്റെ ജീവൻ നീ ഇല്ലാതാക്കിയപ്പോ ആ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ എങ്ങനെ സഹിച്ചു എന്ന് നീ ഓർത്തോ? നിന്റെ മോൾക്ക് എന്നോടുള്ള പ്രേമത്തിന്റെ പേരിൽ ആരുടെയെല്ലാം ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചടോ. നാണില്ലടോ തനിക്ക്? തന്റെ മോളെ കൂടെ ചേർന്ന് ഇങ്ങനെ നിരപരാധികളെ വേദനിപ്പിക്കാൻ. സ്വന്തം മക്കൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ നേർവഴി കൊണ്ടുവരുന്ന ആളാണ് അച്ഛൻ. അല്ലാതെ തന്നെ പോലെ അവിടെ വാക്കും കേട്ട് ഓരോരുത്തരെയും കൊല്ലാൻ നടക്കുന്നവനല്ല. സ്ത്രീ വെറുപ്പോടെ ചോദിച്ചുകൊണ്ട് തുടർന്നു. താൻ പൊന്നിയുടെ അച്ഛൻ തന്നെയാണോ? തന്റെ മകൾ തന്നെയാണോ പൊന്നെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. പൊന്നുവിന്റെ പേര് കേട്ടതും വിശ്വനാഥൻ ശ്രീകാന്തിനോട് അലറി. നിർത്താ ചേറ്റേ, തന്റെ ഒരു അലർച്ച. തനിക്കെന്താടോ ഞാൻ പറഞ്ഞു കേട്ടപ്പോ പൊള്ളിപ്പോയോ? പൊന്നു എന്നോട് നേരിട്ട് വന്ന് ഇഷ്ടം പറഞ്ഞവളാ. അവളോട് എനിക്ക് ദ്രൗപതിയോടുള്ള ഇഷ്ടത്തിന്റെ കാര്യം തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് അവൾക്ക് ദ്രൗപതിയുടെ ഒരു ദേഷ്യമില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവൾക്കറിയായിരുന്നു എനിക്കാണ് ദ്രൗപതിയോട് ഇഷ്ടമെന്ന്. അവൾ അങ്ങനെയൊന്നും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന്. എന്നിട്ട് ഒരു സുഹൃത്തിനെ പോലെ എന്റെ കൂടെ നടന്നവൾക്ക് എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോലും ശ്രമിക്കാതെ ഇഷ്ടത്തിന്റെ പേരിൽ നിന്റെ മകളെന്ന് അവകാശപ്പെടുന്നവൾ ആ വിനീത എങ്ങനെയെല്ലാം ദ്രൗപതിയെ ദ്രോഹിച്ചു. ദ്രൗപതി സ്നേഹിച്ചു എന്ന കുറ്റത്തിനല്ലേ വെങ്കടേഷിനെ കൊന്ന്, അവിടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച്, ലച്ചുവിനെ നോവിച്ച്, ശിവനെ കൊല്ലാകൊല ചെയ്ത്, ആദ്യം കൊല്ലാൻ ശ്രമിച്ച്. അവരോരോരുത്തരും അനുഭവിച്ച വേദന ശ്രീകാന്തിനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിലെ വേദനയുടെ ആളറിയുന്നതുകൊണ്ട് തന്നെ സഞ്ജയ് അവനെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടാതെ നിന്നു. ദ്രൗപതിയെ കൂടുതൽ അറിഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പൊന്നു. തന്റെ അമ്മയും അച്ഛനും ഇനി നിനക്കും കൂടിയുള്ളതാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പൊന്നു എവിടെ കിടക്കുന്നു? വിനീത എവിടെ കിടക്കുന്നു? സത്യത്തിൽ അവൾ നിങ്ങളെയും ചതിച്ചതാ, നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ്. സ്ത്രീ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവന് തന്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ എന്റെ മകളാ, എന്റെ അനിതയുടെ മകൾ. വിശ്വനാഥൻ അലറുകയായിരുന്നു. പെട്ടെന്ന് അയാൾ തറഞ്ഞിരുന്നു പോയി. മുന്നിൽ തലയിൽ കെട്ടും കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് താൻ പറഞ്ഞിട്ട് ഷോക്കായി നിൽക്കുന്ന മായ. ശ്രീകാന്തും സഞ്ജു അയാളെ പകയോടെ നോക്കി. ഇതുവരെ അയാൾ മായ ഡോക്ടർ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന വലിയ രഹസ്യം ഇന്ന് അവരുടെ മുമ്പിൽ. അതും അയാളുടെ വായിൽ നിന്നേ അവർ കേട്ടു. അയാളെ വിശ്വസിക്കുന്നവർ തന്നെ അയാളെ വെറുക്കണം. ശ്രീ പകയോടെ അയാളെ നോക്കി. മായ. വിശ്വനാഥൻ പകപ്പോടെ അവർ നോക്കി വിളിച്ചു. എന്താ വിശ്വട്ടെ നിങ്ങൾ പറഞ്ഞ്? നിങ്ങളുടെ അനിതയുടെ മകളോ? അപ്പൊ ഇവരെല്ലാം പറഞ്ഞ സത്യാണോ? മായ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാതെ വിശ്വനാഥനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, അത് മായ, സോറി. വിശ്വനാഥൻ എന്തു പറയണമെന്നറിയാതെ പതറിക്കൊണ്ട് അവരെ നോക്കി. സത്യമായിട്ട് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് വിവാഹത്തിന് മുമ്പേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന്? അയാൾ പറയുന്ന കേട്ടപ്പോൾ മായ അത് ഓർത്തു. വിവാഹത്തിന് മുന്നേ തന്നെ അയാൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കാര്യം. ആ പെണ്ണ് ചതിച്ച്. എന്നാൽ എല്ലാ അർത്ഥത്തിലും അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അതിലൊരു മകളുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും മായ ചിന്തിച്ചിരുന്നില്ല. അവർക്ക് വിശ്വനാഥന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അതാണ് ഇന്ന് തകർന്നത്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു അനിതയിൽ എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന്. നമ്മുടെ പൊന്നു മരിച്ചതിന് ശേഷമാണ് ഞാനിതൊക്കെ അറിഞ്ഞത്. അപ്പോൾ പൊന്നു മരിച്ചതിന് ശേഷം തൊട്ട് വിശ്വേട്ടനെ അറിയായിരുന്നു. എന്നിട്ട് എന്നോട് പറയാൻ തോന്നിയില്ല അല്ലേ? എനിക്ക് മാത്രമായിരുന്നു മകൾ നഷ്ടപ്പെട്ട്. ആ വേദനയിൽ ഇത്രയും നാൾ ഉരുകി ജീവിച്ച് നിങ്ങൾ മറ്റൊരു മകളുടെ സ്നേഹത്തിലും ആശ്വസിപ്പിക്കുന്നതിൽ നിങ്ങളുടെ ദുഃഖം മറന്നു. മുൻ കാമുകി മകളായിട്ട് സന്തോഷത്തോടെ കഴിയുന്നതിനിടയിൽ ഇതൊന്നും അറിയാതെ ഞാനൊരു പൊട്ടിയെ പോലെ. മായ വേദനയോടെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അല്ല മായ, സത്യമായിട്ടും നിന്നെ മറന്ന് ഞാൻ ഇതയോടൊപ്പം പോയിട്ടില്ല. പക്ഷെ എൻ്റെ മകളെ ഞാൻ എങ്ങനെ വേണ്ട നോക്കും? അതെ, നിങ്ങളുടെ മകൾ. അവൾക്ക് വേണ്ടിയാണല്ലേ ഇത്രയും നാൾ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് പോകുന്നത്. ഞാൻ പൊന്നു മരിച്ച വിഷമത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാ നിങ്ങൾ ഓരോ യാത്രയും ബിസിനസ്സൊക്കെ പറഞ്ഞ് എൻഗേജിലാവുന്നതെന്ന് കരുതിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എന്നിൽ നിന്നാക്കുന്ന മറ്റൊരു മകളായിട്ടല്ലേ? എന്തിനു വേണ്ടി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു നിങ്ങളുടെ മകളുടെ അവിടെ അമ്മയുടെ അടുത്തേക്ക്? മായ വിശ്വനാഥനോട് പൊട്ടിത്തെറിച്ചു. വിശ്വനാഥൻ എന്തും മറുപടി പറയുന്നറിയാതെ ടെൻഷനോടെ ഇരുന്നു. അയാൾക്ക് മനസ്സിലായി ഇനി ഒരിക്കലും അവർ തന്നെ വിശ്വസിക്കില്ലെന്ന്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഉപേക്ഷിക്കാത്തതെന്നോ? ഡോക്ടർ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ദ്രൗപതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ഇയാൾക്കും ഇയാളുടെ മകൾക്കും കിട്ടുമായിരുന്നു? പൊന്നുവും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? വിനീതയല്ലേ? ദ്രൗപതിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പൊന്നുവിനെ ഇല്ലാതാക്കിയതാണെന്ന് അങ്ങനെയല്ലേ? അതിന്റെ പേരിലല്ലേ നീ ദ്രൗപതിയോട് ഇത്രയൊക്കെ ചെയ്ത്? എങ്കിൽ ഇപ്പൊ അതേ ഞാൻ തന്നെ പറയാം. ഞാൻ ഒരിക്കലും പൊന്നുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പൊന്നുവിന് എന്നെ ഇഷ്ടമായിരുന്നു എനിക്ക് ദ്രൗപതിയോടും. ദ്രൗപതിയുടെ അന്നത്തെ അവസ്ഥയ്ക്ക് അമ്മ പറഞ്ഞറിയുന്നതുകൊണ്ട് തന്നെ അവളോട് കാണിച്ച കെയറിൽ
അതെപ്പോഴും ഒരു ഇഷ്ടത്തിലേക്ക് വഴിമാറി. എന്നാൽ അത് എനിക്ക് മാത്രമായിരുന്നു. എന്നാൽ എന്നോട് ഇഷ്ടം പറഞ്ഞ പൊന്നിനോട് ഞാൻ ഇക്കാര്യമെല്ലാം പറയുകയും ചെയ്ത. ദ്രൗപദിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പൊന്നു വീണ്ടും ഞാൻ പറഞ്ഞൊന്ന് കാര്യമാക്കാതെ എൻ്റെ പുറകെ നടന്നു. അന്നൊക്കെ വിനീത എൻ്റെ കൂട്ടുകാരി എന്നതിനപ്പുറം എനിക്ക് അവളോട് യാതൊരു ഫീലിങ്സും തോന്നിയിട്ടുമില്ല. അച്ഛനാരെന്നറിയാത്ത ഒരു പെൺകുട്ടിയുള്ള വെറും സഹതാപമായിരുന്നു എൻ്റെ ഉള്ളിൽ. അതാ അവൾ മുതലെടുത്ത്. ശ്രീകാന്ത് വെറുപ്പോടെ പറഞ്ഞു. പൊന്നുവിന്റെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നോട് അടുപ്പൊക്കെ കാട്ടി അവളെ കുശുമ്പുത്തിക്കാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ എപ്പോഴും വിനീതയും പൊന്നും അടികൂടാറുണ്ടായിരുന്നു. അതിനിടയിലാ പൊന്നു ഹോസ്റ്റലിൽ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത്. ഒരിക്കലും ദ്രൗപദിയെ ചെയ്യില്ല. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന സ്വഭാവം ദ്രൗപദിക്കില്ല. എന്നാൽ അതുള്ളത് നിങ്ങളുടെ മകൾക്കാ, വിനീതക്ക്. എനിക്കുറപ്പാ, ദ്രൗപദിയെ കൊല്ലാൻ ശ്രമിച്ച, ശിവനെ കൊല്ലാകുല ചെയ്ത, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ പോലും മനസ്സുറപ്പുള്ള എന്റെ ആദ്യ കൊല്ലാൻ ശ്രമിച്ച അവള് തന്നെയാവും നിങ്ങളുടെ പൊന്നുവിനെ കൊന്ന്. ശ്രീകാന്ത് പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. മായ ശ്രീകാന്ത് പറയുന്ന ഞെട്ടലോടെയാണ് കേട്ടുന്നത്. ഇതൊന്നും വിശ്വസിക്കാതിരിക്കാൻ അവൾക്ക് തോന്നിയില്ല. കാരണം പൊന്നുവിനെയും ദ്രൗപദിയെ അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. വിശ്വനാഥൻ അവൻ പറയുന്നത് ഉൾക്കൊള്ളാനാവാതെ വിശ്വസിക്കാതെ ഇല്ല എന്ന് തലയാട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള സമയം എനിക്കില്ല. ഇനിയും നിന്റെ മകളുടെ ക്രൂരതയിൽ ഒരു ജീവനും നഷ്ടപ്പെടരുത്. ഞാൻ കാരണം എന്റെ പേരിൽ തുടങ്ങി അവിടെ ഈ വെറിയില് എന്റെ പെണ്ണിന് നഷ്ടമായത് അവിടെ ഏട്ടനെയാ. ഏട്ടന്റെ കുഞ്ഞു ശിവേട്ടനിൽ ലച്ചുവൊക്കെ മനത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ടവരാ. ഇനി അവളുടെ അച്ഛനെയും അമ്മയെങ്കിലും എനിക്ക് തിരികെ കൊടുക്കണം, ഒരു പോറൽ പോലും ഏൽക്കാതെ. ഇനി അവൾക്കൊരു ജീവൻ വെച്ച് വിലപേശി രക്ഷപ്പെടാനുള്ള അവസരം അത് ഞാൻ കൊടുക്കില്ല. അതുകൊണ്ട് പറ, എവിടെയാ നിങ്ങൾ ആദ്യയുടെ അച്ഛനും അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത്? ശ്രീകാന്ത് പല്ലുകടിച്ചമർത്തി വിശ്വനാഥനെ നോക്കി പകയോടെ ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാ അവനെ തന്നെ നോക്കി നിന്നു. താൻ പറയില്ലല്ലേ? തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതും പറഞ്ഞ് ശ്രീകാന്ത് തന്റെ ഇടുപ്പിൽ നിന്നൊരു തോക്കെടുത്ത് വിശ്വനാഥന് നേരെ നീട്ടി. അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ മായ പേടിയോടെ അവനെ നോക്കി. എന്നാൽ ശ്രീകാന്ത് ആരെയും നോക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ വിശ്വനാഥന് നേരെയായിരുന്നു. അയാൾക്ക് നേരെ തോക്ക് നീട്ടിക്കൊണ്ട് ശ്രീ നിന്നു. അവന്റെ ഉള്ളിൽ ആദിയുടെ മുഖം തെളിഞ്ഞു നിന്നു. തന്നെ വെറുപ്പോടെ നോക്കുന്നവളെ ഓർമ്മ വന്നു. അവൻ ട്രിഗറിൽ വിരലമർത്തിയത് ഒരുമിച്ചായിരുന്നു. സഞ്ജയ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ വെടിവെച്ച് മുഴങ്ങി കേട്ടു. അവൻ ഞെട്ടലോടെ വിശ്വനാഥന് നേരെ നോക്കി. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് ആശ്വാസം തോന്നി. ഒരു നിമിഷം ശ്രീ ദേഷ്യം കൊണ്ട് വിശ്വനാഥനെ ഒരു വെടിവെക്കുമോ എന്ന് സഞ്ജയ് പേടിച്ചിരുന്നു. എന്താളാ, പേടിച്ചു പോയോ? തന്നെ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമോ? കുറേയേറെ കണക്കുകൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. തൽക്കാലം ഇപ്പൊ അവരെവിടെയാണെന്ന് പറ. ഇല്ലെങ്കിൽ ഇതേ തോക്കിൽ നിന്നുള്ള അടുത്ത ബുള്ളറ്റ് പതിക്കുന്ന തന്റെ ഭാര്യയുടെ നെഞ്ചിലേക്കായിരിക്കും. അതും പറഞ്ഞ് ശ്രീകാന്ത് മായക്ക് നേരെ തോക്കി ഊണ്ടി. മായയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാഭേദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വിശ്വനാഥന്റെ മുഖത്ത് പേടി നിറഞ്ഞു. അതേസമയം വിനീതയുടെ വാക്കുകളെ അയാൾക്ക് ഓർമ്മ വന്നു. ദ്രൗപദിയുടെ കയ്യിൽ പിടിക്കപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസാന ആയുധം അവളുടെ കാമുകന്റെ അച്ഛനും അമ്മയും. അവൾ കാരണമാണ് അവരുടെ മകൻ മരിച്ചത്. ഇനി അവർക്ക് കൂടി ഒന്നും വരാൻ അവൾ സമ്മതിക്കില്ല. അവരെ വെച്ച് നമുക്ക് ദ്രൗപദിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. വിനീതയുടെ വാക്കുകൾ ശരിയാണെന്ന് അയാൾക്ക് തോന്നി. ഇല്ല, ഞാൻ ഒരിക്കലും അവരെവിടെയാണെന്ന് എനിക്ക് പറഞ്ഞിരില്ല. എൻ്റെ മകൾക്ക് രക്ഷപ്പെടാനുള്ള അവസാന വഴിയാണത്. അവളെ ചതിക്കാൻ നിൽക്കില്ല. എന്ന് വെച്ചാൽ നിന്റെ മകൾക്ക് വേണ്ടി മായ ഡോക്ടർ മരിച്ചാലും കുഴപ്പമില്ലെന്ന് അല്ലേ? വിശ്വനാഥിന്റെ വാക്കുകൾ കേട്ട് ശ്രീകാന്ത് പുച്ഛത്തോടെ അയാളെ നോക്കി ചോദിച്ചു. വിശ്വനാഥൻ പകപ്പോടെ മായയെ നോക്കി. അവരുടെ കണ്ണുകളും തന്റെ മേലെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മായയുടെ കണ്ണുകളിലെ വേദനയും നിസ്സഹായതയും വിശ്വനാഥനെ തളർത്തി. ഷൂട്ട് മീ ശ്രീ. മായ വിശ്വനാഥൻ തന്നെ നോക്കി പറഞ്ഞു. എന്തിനാ ഞാനിനി ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി? ഇയാൾക്ക് ഞാൻ ആരുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞു. ഇനി ജീവൻ പോയി കിട്ടിയാൽ മതി. അത് നിന്റെ കയ്യിൽ നിന്നായാ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് മകനെ പോലെ തന്നെയാ നീ. നിന്റെ കൈ കൊണ്ട് എനിക്ക് എത്രയും വേഗം എൻ്റെ പൊന്നുവിൻ്റെ അടുത്ത് എത്താമല്ലോ. ഇടർച്ചയോടെ പറയുന്നവരെ കണ്ട് വിശ്വനാഥന്റെ മുഖത്ത് വേദന നിറഞ്ഞു. അങ്ങനെയല്ലെന്നും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറയാൻ അയാൾ കൊതിച്ചു. സ്ത്രീ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി തോക്ക് മായയുടെ നെറ്റിയിൽ മുട്ടിച്ചു. മായ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. വിശ്വനാഥിന് തന്നെ നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി. അവരുടെ വീട്ടിൽ തന്നെയാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട് ആദ്യം കണ്ണു തുറന്ന അയാൾ നോക്കിയത് മായയായിരുന്നു. അവളൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ സത്യ. വെങ്കടേഷിന്റെ അച്ഛനെയും അമ്മയും അവരുടെ തന്നെ വീട്ടിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. തന്നോടുള്ള ദേഷ്യത്തിൽ മായയോട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ വിശ്വനാഥൻ വീണ്ടും പറഞ്ഞു. അയാൾ പറഞ്ഞു കേട്ട് സഞ്ജയും ശ്രീകാന്തും പരസ്പരം നോക്കി. അവനെ നോക്കുന്ന സഞ്ജയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് തന്നെ സത്യം പറയിച്ചതിന്റെ ശരി. സോറി ഡോക്ടർ, ഈ അവസ്ഥയിൽ നിങ്ങൾ ഈ വാർത്ത അറിയിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ഒപ്പം ഇനിയെങ്കിലും നിങ്ങൾ സത്യം അറിയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ശ്രീകാന്ത് മായ ഡോക്ടറോട് ദുഃഖത്തോടെ പറഞ്ഞു. ഞാൻ നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ശ്രീ? ചിലരുടെ എല്ലാം പോയി വാക്കുകൾ അന്ത്യമായി കിടന്നിരുന്ന എന്നെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്, ഇത്രയും വലിയ ചതിയനോട് ചെയ്തവരെനിക്ക് കാണിച്ചു തന്നതിന്. മായ നിറയുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അതിനൊന്നും ആവശ്യമില്ല. പൊന്നുവിൻ്റെ സത്യങ്ങൾ
ഇതെല്ലാം ചെയ്ത് ഞാനെല്ലാം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. സ്ത്രീക്ക് തന്റെ നിരപരാധിത്വം മറ്റുള്ളവരെ അറിയിക്കേണ്ടത് സ്വന്തം ആവശ്യമായിരുന്നല്ലോ. പൊന്നുവിന്റെ സെലക്ഷൻ തെറ്റിയിരുന്നില്ല കേട്ടോ. അവൾ നിന്നെ ആഗ്രഹിച്ചില്ലൊരു തെറ്റ് ഞാൻ പറയില്ല. നിന്റെ മനസ്സിന്റെ നന്മ അത് അവൾക്ക് അറിയായിരുന്നു. പക്ഷെ എൻ്റെ മോൾക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി. എനിക്കും ഇതുപോലൊരു മോനെ കിട്ടിയില്ല. കരഞ്ഞുകൊണ്ട് പറയുന്നവരുടെ കയ്യിൽ ആശ്വസിപ്പിക്കാനെന്നവണ്ണം അവൻ പിടിച്ചു. ഞാനുണ്ടാവും ഡോക്ടറുടെ മകന്റെ സ്ഥാനത്ത്, ആരുമില്ലെന്ന് കരുതരുത്. ശ്രീ പറയുന്ന കേട്ട് അവരവന്റെ നെഞ്ചിലേക്ക് ചാരി ഉള്ളിലെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർത്തു. അവരെ ക്ഷമയോടെ ശ്രീ കേട്ടു നിന്നു. അവനറിയാമായിരുന്നു അത്രയും അവർ തളർന്നു കഴിഞ്ഞിരുന്നു എന്ന്. എനിക്ക് ദ്രൗപദിയെ കാണണം മോനെ. എൻ്റെ പൊന്നുവിൻ്റെ മരണത്തിന് പിന്നിലെ സത്യം എനിക്കറിയാം. അത് അവൾ ചെയ്തതാവില്ല. ഇത്രയൊക്കെ ചെയ്ത് ഇയാളുടെ മകൾ തന്നെയാവും ചെയ്ത്. അതിന്റെ സത്യം എനിക്കറിയണം. മായ പറയുന്നിട്ട് വിശ്വനാഥൻ ഞെട്ടിപ്പോയി. ഇല്ല മായ, ഇവർ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. വിനീത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയാൾ വെപ്രാളത്തോടെ പറഞ്ഞു. ഇനിയും നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഞാൻ വിശ്വസിക്കണല്ലേ? മായ ദേഷ്യത്തോടെ അയാളെ നോക്കി ചോദിച്ചു. എനിക്കറിയാം നിങ്ങളത് വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ മകളാണല്ലോ പ്രതിസ്ഥാനത്ത്, അതും പൂർവ്വകാമിയിലുണ്ടായ മകള്. ഇനി മരിച്ചുപോയ എൻ്റെ മകളുടെ മരണം എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞിട്ടെന്തിനാ അല്ലേ? ജീവിച്ചിരിക്കുന്ന മറ്റൊരു മകൾ നിങ്ങൾക്കുണ്ടല്ലോ, അവളുടെ സന്തോഷം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ? എനിക്ക് അങ്ങനെയല്ല. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മകളാ. എൻ്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. അവൾ നിങ്ങളുടെ മകൾ ഇല്ലാതാക്കിയതാണെങ്കിൽ നോമായ, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പൊന്നുവിനെ കൊന്നവളോടുള്ള പകയാണ് വിനീത ദ്രൗപദി തീർക്കുന്നത്. അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ കൊന്നു, അതുകൊണ്ടാ നമ്മുടെ മോളോടുള്ള സ്നേഹം. അയാൾ പറയുന്നതായിട്ട് മായയിൽ പുച്ഛം നിറഞ്ഞു. ഇത് നിങ്ങൾ വിശ്വസിക്കായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. നിങ്ങളുടെ മറ്റൊരു മകളെ സ്വന്തം കൂടപ്പിറപ്പായി കണ്ട് അവൾ അംഗീകരിച്ചെങ്കിൽ അവളുടെ അമ്മയെ കൊല്ലാൻ നിങ്ങളുടെ മകളെ ആളയക്കില്ലല്ലോ. മായ പറയുന്ന വിശ്വസിക്കാനാവാതെ വിശ്വനാഥിനിരുന്നു. മായയെ കൊല്ലാൻ ആളയച്ചെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ശ്രീകാന്ത് മായ തെറ്റിദ്ധരിപ്പിച്ചാണ്, അല്ലാതെ വിനീത അങ്ങനെ ചെയ്യില്ല. അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീയും സഞ്ജയോടും ടീമിനോടൊപ്പം അപ്പയും അമ്മയെ രക്ഷപ്പെടുത്താനുണ്ടായിരുന്നു. ഒരുപാട് പേര് നിന്നാൽ മറ്റു വീട്ടുകാർ അറിയുമോ എന്ന് കരുതി 2 പേര് മാത്രമേ അവിടെ അവർക്ക് കാവലായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വലിയ സാഹസമൊന്നും വേണ്ടി വന്നില്ല. കസേരയിൽ ബന്ധസ്ഥനായിരിക്കുന്ന ആ മെല്ലിച്ച രൂപങ്ങൾ കണ്ട് ശ്രീയുടെയും സഞ്ജയുടെയും കണ്ണു നിറഞ്ഞു. അവിടെ നിന്നിറങ്ങിയവരെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ആ അവസ്ഥയിൽ ആദ്യം വെച്ചൊന്നവരെ കാണണ്ടെന്ന് തോന്നി. അവിടെ നിന്ന് നേരെ ശ്രീയുടെ വീട്ടിലേക്ക്. ഇപ്പൊ അവർ ഓക്കെയാണ്. ഈ അവസ്ഥയിൽ തങ്ങളുടെ മക്കൾ കണ്ടാൽ വിഷമിക്കുന്നുള്ളതുകൊണ്ട് അവരോട് പറയേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ശിവേന്റെയും കുഞ്ഞാപ്പിയുടെയും ലച്ചുവിന്റെ അവസ്ഥയൊന്നും അവർക്ക് അറിയില്ല. ശ്രീ സഞ്ജയുടെ വിളിയാണ് ശ്രീകാന്തിനെ ആ ഓർമ്മയിൽ നിന്ന് കൊണ്ടുവന്ന്. അന്ന് ശിവേട്ടൻ അങ്ങനെ ഒരു സാഹസം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരുടെ പ്ലാൻ അനുസരിച്ച് ആദിയുടെ അപ്പയുടെ അമ്മയുടെയും ശവം കൂടെ നമ്മൾ കാണേണ്ടി വന്നേനെ. അങ്ങനെ ഒരു ദുരന്തം കൂടി കാണേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു സച്ചു. എനിക്കതിന് കഴിയില്ല. വിനീതയുടെ മുറിക്ക് പുറത്തുനിന്ന് അകത്തേക്ക് ചൂണ്ടി പറയുമ്പോൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മറ്റുള്ളവർ അനുഭവിച്ച വേദനയുടെ കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നവനെ സഞ്ജയ് ചേർത്തു പിടിച്ചു. പോട്ടെ ശ്രീ, ഒന്നും നീ അറിഞ്ഞിട്ടില്ലല്ലോ. അതുമല്ല, നമ്മളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അന്ന് ശിവൻ വിശ്വനാഥനെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ ഞെട്ടലായിരുന്നു. തന്നോട് പോലും അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അന്ന് ദ്രൗപദിയുള്ള ദേഷ്യം നിവൃത്തിയെല്ലാം അവസാനിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ശിവൻ അങ്ങനെ ചെയ്ത്. അത് അവന് ഉപകാരപ്പെട്ടില്ലെങ്കിലും അവൻ ആഗ്രഹിച്ച പോലെ അവനെ വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ തന്നെ ഉപകരിച്ചു. പറയുമ്പോൾ സഞ്ജയ്ക്ക് ശിവനോട് ബഹുമാനമായിരുന്നു. അതങ്ങനെയാണ് സഞ്ജയ്. തിരിച്ചു കിട്ടാത്ത സ്നേഹവും അനാഥത്വം ഒക്കെ വേദനയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കും, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അതിൽ നിന്നും തിരിച്ചു കിട്ടാത്ത സ്നേഹം ഉള്ളിൽ വേദനയായി കിടക്കുന്നവന്റെ ഉള്ളിലെ വേദന അവന്റെ വാക്കുകളിലൂടെ സഞ്ജയ്ക്ക് മനസ്സിലായി. എല്ലാം ശരിയാവും ശ്രീ, നീ ആദ്യം കുറച്ചുകൂടെ സമയം കൊടുക്കണം. കുറച്ച് സമയം? ഈ ജന്മം മുഴുവൻ ഞാൻ കാത്തിരിക്കും അവൾ എന്നോട് ക്ഷമിക്കുന്നതിന്, എന്നെ സ്നേഹിക്കാൻ. അത് പറയുമ്പോൾ ശ്രീകാന്തിൽ നിറഞ്ഞെന്ന ആദ്യമുള്ള സ്നേഹം സഞ്ജയുടെ ചുണ്ടുകളിൽ ചിരി വിടർത്തി. നിനക്ക് വിനീതയെ കാണണ്ടേ? വേണം, പക്ഷെ ഇപ്പോഴല്ല. അവൾ ഈ സമയങ്ങൾ എന്നെ പ്രതീക്ഷിക്കണം. എല്ലാത്തിനോടും അവൾക്കെതിരെ ആദ്യം പണി തുടങ്ങിയ ഞാനാണെന്ന് എനിക്ക് അവളോട് പറയണം. അവളെയല്ല, എൻ്റെ ആദിയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന്, ആദ്യം എൻ്റെ പ്രാണനാണെന്ന്. അവൾ എനിക്ക് വേണ്ടി നഷ്ടമാക്കിയ ഓരോ ജീവനുകൾക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ദേഹത്തു നിന്ന് പൊടിഞ്ഞ ഓരോ തുള്ളി ചോരയുടെ കണക്കും എനിക്ക് അവളോട് ചോദിക്കണം. അവൾക്ക് വേണ്ടിയുള്ള ശിക്ഷ അതെനിക്ക് വിധിക്കണം. അത് പറയുമ്പോൾ ക്രൂരത നിറഞ്ഞ ഒരു തരം പുഞ്ചിരി ശ്രീകാന്തിന്റെ അത്തരത്തിലുണ്ടായിരുന്നു. അതെന്തെന്ന് മനസ്സിലാവാതെ സഞ്ജയ് അവരെ നെറ്റി വിളിച്ച് നോക്കി. തന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറഴിക്കാൻ കഴിയാതെ വിനീത ഒന്നും കൂടെ കൈവലിച്ച് നോക്കി. കയറുകൊണ്ട് കെട്ടിയിരുന്നത് മുറുകുന്നല്ലാതെ ശകലം പോലും അഴിയുന്നില്ലെന്ന് കണ്ടതും അവൾ നിരാശയോടെ തലകുടഞ്ഞു. അവന് വിശ്വസിച്ചെന്ന താനിപ്പോ ഇവിടെ പിടിയിലായത്. പണം തരുന്നവരെ നിൽക്കണ്ടായിരുന്നു, നാട് വിട്ട് പോയാൽ മതിയായിരുന്നു. അവൻ ചതിക്കെന്ന് കരുതിയില്ല. ഞാൻ കാരണം ഫ്രെഡി എത്ര കോടി രൂപയുടെ ബിസിനസ്സുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ നിന്നൊരു 3 കോടിയെ ഞാൻ ചോദിച്ചു. അതുപോലും അവന് തരാൻ പറ്റില്ലായിരുന്നു അല്ലേ? എന്നിട്ട് എന്നെ പറ്റിച്ച് കിട്ടിയ കോടികൾ, എന്നെ ചതിക്കാൻ കൂട്ടുന്നതിന് കിട്ടിയ കോടികളൊക്കെ നിനക്കിപ്പോൾ ഉപയോഗപ്പെടുന്നുണ്ടോ? ഇല്ലടാ, എന്നെ വേദനിപ്പിക്കുന്നവരെന്ന് ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ നീ ഈ ലോകത്തുനിന്ന് പോയി കാണും. വിനീത ഫ്രെഡിയോടെന്ന പോലെ പറഞ്ഞു. വെങ്കടേഷിന്റെ അച്ഛനും അമ്മയും തന്റെ കസ്റ്റഡിയിലുള്ളതുകൊണ്ട് ദ്രൗപദിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നു.
അത് അവർ മുന്നേ അറിഞ്ഞ് അവരെ കണ്ടെത്തി രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചില്ല. മനസ്സിൽ ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് സഞ്ജയ് അവരെ രക്ഷപ്പെടുത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഓർമ്മ വന്നത്. അച്ഛൻ അവരുടെ കസ്റ്റഡിയിലാണെന്നല്ല ആ സഞ്ജയ് പറഞ്ഞ്. അങ്ങനെ എനിക്ക് അച്ഛനായിരിക്കും ഇതെല്ലാം പറഞ്ഞ്. ആയിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ദ്രൗപദിയും സഞ്ജയും അവർ എവിടെയാണെന്ന് കണ്ടെത്താനും രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല. നാശം. അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടായിരുന്നു. അച്ഛനെ കൂടി അറിയിച്ചോണ്ടാ എല്ലാം ഫ്ലോപ്പായത്. തൻ്റെ പ്ലാനുകളെല്ലാം ഫ്ലോപ്പായ ദേഷ്യത്തിൽ വിനീതക്ക് വിശ്വനാഥനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തേയും മരിച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഈ കുടിക്കൽ കൊണ്ടിടാൻ കൂട്ടുന്നത്? ഇവരുടെ കയ്യെ കിട്ടിയ എന്നെ വെറുതെ വില്ലെന്ന് അറിയില്ലായിരുന്നോ? എന്നെക്കാൾ വലുതായിരുന്നോ സ്വന്തം കാര്യം? അവൾക്ക് അയാളോട് എന്തെന്നില്ലാത്ത പക തോന്നി. വിനീത രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അറിയാനായി ചുറ്റും പരതി. ആ റൂമിൽ തന്നെ ബന്ധിച്ചിരിക്കുന്ന കസേരയല്ലാതെ ഒരു ഫർണിച്ചറുകളോ മറ്റു സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ നിരാശയോടെ കണ്ടു. മാത്രമല്ല ജനലുകൾ കർട്ടനിട്ടെല്ലാം അടച്ചിട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലെന്നുണ്ട് അവൾ പല്ലുകടിച്ചു. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? വിനീത തലപുകഞ്ഞ് ആലോചിച്ചു. കുറച്ചേറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവളുടെ ഉള്ളിൽ ഒരു ഉപായം തെളിഞ്ഞു വന്നു. ബോധം പോയതുപോലെ കിടക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കാൻ ആൾ വരില്ലേ? അഥവാ അവരെൻ്റെ കയ്യിൽ കെട്ടഴിച്ചാലോ? ഒരവസരം കിട്ടിയാൽ മതി, എങ്ങനെയും രക്ഷപ്പെടാം. മനസ്സിൽ തെളിഞ്ഞ ആശയത്തിൽ വിനീതയുടെ മുഖം തെളിഞ്ഞു. പ്രതീക്ഷയുടെ വാതിൽക്കിലേക്ക് നോക്കി അവൾ ഇരുന്നു. ആരുടെയോ കാൽ പെരുമാറ്റം വാതിൽക്കൽ കേട്ടതും പെട്ടെന്ന് വിനീത ബോധം പോയതുപോലെ കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.